ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് dysmenorrhea and other disorders of menstrual cycle ആണ്. അപ്പം dysmenorrhea എന്താ dysmenorrhea എന്ന് പറയുന്നത് എന്താ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാ, പിന്നെ പ്രൈമറി dysmenorrhea എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡറി dysmenorrhea എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ അതിൽ വേറെ അതർ menstrual cycle disorders of menstrual cycle ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. Dysmenorrhea. So dysmenorrhea എന്ന് പറയുന്നത് definition പറയുമ്പോൾ it is a painful menstruation of sufficient magnitude so as to incapacitate day-to-day activities, which is literally means painful menstruation. Literally it means a painful menstruation. അപ്പം നമ്മളുടെ day-to-day activities കൂടെ അത് alter ആവും and also it has a painful, it's very painful. So അതാണ് dysmenorrhea എന്ന് പറയുന്നത്. painful menstrual cycle, the painful bleeding അല്ലെങ്കിൽ painful മെൻസസ് അല്ലെങ്കിൽ പീരിയഡ്സ് എന്നതാണ് നമ്മൾ dysmenorrhea എന്ന് പറയുന്നത്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് വന്നിട്ട് പ്രൈമറി, പിന്നെ ഇത് വന്നിട്ട് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് സ്പാസ്മോഡിക്, പ്രൈമറി dysmenorrhea എന്ന് പറയുന്നത് സ്പാസ്മോഡിക് ആണ്. അപ്പം ഈ സ്പാസ്മോഡിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പാസ്മോഡിക് എന്ന് പറയുന്നത് ഷാർപ്പ് പെൽവിക് ക്രാംസ് അറ്റ് ദി start of menstrual flow. Spasmodic എന്ന് പറയുമ്പോൾ ഇതിൽ dysmenorrhea of spasmodic അല്ലെങ്കിൽ പ്രൈമറി dysmenorrhea വരുന്നത് സ്പാസ്മോഡിക്. സ്പാസ്മോഡിക് എന്ന് പറയുമ്പോൾ ഷാർപ്പ് പെൽവിക് ക്രാംസ് അറ്റ് സ്റ്റാർട്ട് ഓഫ് menstrual flow ആണ്. സോ ഇതിന് ഒരു ഐഡന്റിഫയബിൾ പെൽവിക് pathology ഒന്നുമില്ല. സോ പ്രൈമറി dysmenorrhea is one where there is no identifiable pelvic pathology. ഇതിന്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് 15 to 20% ആൾക്കാർക്ക് ഇത് കാണപ്പെടാം. ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള യൂട്രൈൻ പെയിൻ ഇൻ പ്രൈമറി dysmenorrhea is difficult to establish. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള മെക്കാനിസം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, ഡിഫിക്കൽട്ട് ആണത് കണ്ടുപിടിക്കാൻ. സോ ഇറ്റ് ഇസ് എ മെക്കാനിസം ഓഫ് ഇനിഷ്യേഷൻ ഓഫ് യൂട്രൈൻ പെയിൻ ഇൻ പ്രൈമറി dysmenorrhea is difficult to establish, but they are often related. അത് often it is related, like mostly confined to adolescence like almost confined to ovulatory cycles. Pain is cured following pregnancy or vaginal delivery. ഇത് റിലേറ്റഡ് ആണ് കേട്ടോ. സോ കൺഫൈൻഡ് ടു അഡോൾസൻസ് ആവാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫൈൻഡ് ടു ovulatory cycle. ovulatory cycles സ്റ്റാർട്ട് ആവുന്നതുകൊണ്ടായിരിക്കാം സ്പാസ്മോഡിക് പെയിൻ. ഈ പെയിൻ വന്നിട്ട് ഫോളോയിങ് പ്രഗ്നൻസി, അതായത് ഇത് പെയിൻ കുറച്ചിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും പ്രഗ്നൻസി പിന്നെ vaginal delivery ആവുമ്പോൾ. The next is the pain is related to dysrhythmic uterine contraction and uterine hypoxia. Pain is related to dysrhythmic uterine contraction and uterine hypoxia. അതിലേക്ക് ഓക്സിജൻ ലെവൽ സഫിഷ്യന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കട്ട് ഓഫ് ആവുമ്പോൾ അല്ലെങ്കിൽ dysrhythmic എന്ന് പറയുമ്പോൾ അബ്നോർമൽ യൂട്രൈൻ കൺട്രാക്ഷൻസ് വരുന്ന സമയത്ത് പെയിൻ ഉണ്ടാവാം. സൈക്കോസൊമാറ്റിക് ഫാക്ടേഴ്സ് ലൈക്ക് ടെൻഷൻ, ആൻസൈറ്റി ഉണ്ടാവുക. Abnormal anatomical and functions of aspect of myometry. Abnormal anatomical and functional aspect of myometry. പിന്നെ വരുന്നത് uterine myometrial hyperactivity. പിന്നെ imbalance in the autonomic nervous control of uterine muscle. ഇതൊക്കെ ഇതിന്റെ റിലേറ്റഡ് കോസസ്. മെയിൻ കോസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നെക്സ്റ്റ് ഇതിന്റെ ഇറ്റിയോപാത്തോളജി നോക്കുമ്പോൾ ഇറ്റിയോപാത്തോളജി ഓഫ് പ്രൈമറി dysmenorrhea നോക്കുമ്പോൾ ഇത് പ്രൊജസ്ട്രോൺ തന്നെ ഒരു സ്റ്റെറോയിഡ് ഹോർമോൺ. ഈ സ്റ്റെറോയിഡ് ഹോർമോൺ പോസ്ട്രോഗ്ലാൻഡിൻ F2 ആൽഫ സിന്തസൈസും റിലീസ് ചെയ്യും. ഈ സിന്തസൈസ് റിലീസ് ചെയ്യും, അതായത് പോസ്ട്രോഗ്ലാൻഡിൻ F2 ആൽഫ എന്ന് പറയുന്ന സാധനം സിന്തസൈസും റിലീസ് ചെയ്യുമ്പോൾ അവിടെ രണ്ടായിട്ട് അത് ആക്ഷൻ ഉണ്ടാവും. ഒന്ന് വന്നിട്ട് എൻഡോത്തീലിയൻ. എൻഡോത്തീലിയൻ എന്ന് പറയുന്നത് ഇറ്റ് കോസ് ദി മയോമെട്രിയൽ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ. ഈ എൻഡോത്തീലിയൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ കോസ് ദി മയോമെട്രിയൽ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവും. സോ മയോമെട്രിയൽ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവും, സ്പെഷ്യലി ഇൻ ദി എൻഡോമെട്രിയൽ കോൺട്രാക്ഷൻ. സമയത്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പം at the junction of endometrial junctional zone-ലാണ് ഇത് സംഭവിക്കുക. അതായത് സ്പെഷ്യലി ഇൻ endometrial junctional zone-ലാണ് ഈ myometrial smooth muscle contraction ഉണ്ടാകുന്നത് due to this release of endothelium. So അവിടെ എന്താ, endothelium in endometrium can induce postroglandin F2 alpha. Local myometrial ischemia causes by endotheliums and postroglandin F2 alpha
aggregate uterine dysperistalsis and hyperactivity. So ഇത് ഇതാവുന്നതുകൊണ്ട് ഇത് അഗ്രഗേറ്റ് ചെയ്യും. ഈ അഗ്രഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ യൂട്രൈൻ dysperistalsis ഉണ്ടാവും at the same time ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. അതേ സമയത്ത് വേറെ എന്ത് ഫാക്ടർ ഉണ്ടാവും? ല്യൂക്കോട്രീൻസ് ഉണ്ട്, PAFs ഉണ്ട്. സോ PAFs എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഈ platelet activating factors is also associated with the etiology of dysmenorrhea as its concentration is found in eye. ഇതിന്റെ concentration high ആയിരിക്കും found ചെയ്യുന്നത്. അപ്പോൾ എന്താ ല്യൂക്കോട്രീൻസും PAFസും are vasoconstrictors. ഇത് vasoconstrictors ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് and stimulate myometric contraction at the junctional zone. സോ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ എന്താ ആദ്യത്തെ ഒരു എൻഡോത്തീലിയൻ എന്ത് ചെയ്യും? മയോമെട്രിക് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഈ ല്യൂക്കോട്രീൻസും PAFസും എന്ത് ചെയ്യും? ഇത് വാസോ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കും. ഈ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്താ? മയോമെട്രിക് കോൺട്രാക്ഷൻ ആൻഡ് പ്ലസ് ദിസ് പ്ലസ് ഓർ മൈനസ് ദിസ് അബ്ഡോമിനൽ കോൺട്രാക്ഷൻസ് ആയിരിക്കും. അതേ സമയത്ത് എന്താ അത് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് they will be reduced blood flow and myometrial agina and they will lead to pain. ഇത്തരം സംഭവങ്ങളാണ് Etiopathology of primary dysmenorrhea സംഭവിക്കുന്നത്. Features നോക്കുകയാണെങ്കിൽ starts with onset or just before the menstruation. Severity of pain usually lasts for few hours, may extend to 24 hours but seldom persists beyond 48 hours. ഇത് ഓൺസെറ്റ് ആവുമ്പോൾ തന്നെ ജസ്റ്റ് ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ സൈക്കിൾ ആവുമ്പോൾ നമുക്ക് പെയിൻ അനുഭവപ്പെടും. അതേസമയത്ത് സിവിയറിറ്റി ഓഫ് പെയിൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ലാസ്റ്റ് ഫോർ ഫ്യൂ hours, കുറച്ച് ഫ്യൂ hours വരെയും ഈ പെയിൻ ഉണ്ടായിരിക്കും. മേ എക്സ്റ്റെൻഡ് ടു 24 hours, ഒരു 24 hours വരെയും എക്സ്റ്റെൻഡ് ആവും. സംടൈംസ് ഇറ്റ് ഗോസ് ബിഹൈൻഡ് 48 hours ഓൾസോ. സിസ്റ്റമിക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. സിസ്റ്റമിക് ഡിസ്കംഫർട്ട് നോക്കുകയാണെങ്കിൽ നോസിയ, വോമിറ്റിംഗ്, ഫെറ്റിക്, ഡയേറിയ, headache, tachycardia may be accompanied by vasomotor changes that causing pallor, cold sweats and occasionally fainting. So 48 hours വരെയും അല്ലെങ്കിൽ 28 hours നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ സംഭവിക്കാം. ദാറ്റ് ഇസ് സിസ്റ്റമിക് ഡിസ്കംഫർട്ട്സ് ലൈക്ക് നോസിയ, വോമിറ്റിംഗ്, ഫെറ്റിക്, ഡയേറിയ, headache, tachycardia, അല്ലെങ്കിൽ that is which is leading to the causing pallor, cold sweats and occasionally fainting. Rarely syncope and collapse in severe case may be associated. Rarely syncope it is just a temporary loss of consciousness. You gain back the consciousness and just a temporary loss of consciousness. Rarely syncope collapse in severe case may be associated. അപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അഷ്യൂറൻസ് ആണ്, പിന്നെ അനാൽജസിക്സും ആന്റിസ്പാസ്മോഡിക് ഡ്രഗ്സും, പിന്നെ നമ്മളെ ബവൽ എംറ്റി ആക്കി വെക്കണം. ടു കീപ് ബവൽ എംറ്റി, എൻകറേജ് നോർമൽ ആക്ടിവിറ്റീസ്, നോർമൽ ഉള്ള ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ബവൽ എംറ്റി എൻകറേജ് ചെയ്യാം. പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ്, സർജിക്കൽ മാനേജ്മെന്റ്, ഹോർമോൺസ്. മെഡിക്കൽ മാനേജ്മെന്റ് നമുക്ക് മോർ ദാൻ 24 hours പെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സർജിക്കൽ മാനേജ്മെന്റ് വരുന്നത് 48 days ഒക്കെ ആവുമ്പോൾ പിന്നെ ഹോർമോൺസ് തെറപ്പീസ് ഒക്കെ ചെയ്യും. സോ മെഡിക്കൽ മാനേജ്മെന്റ് നോക്കുമ്പോൾ മെഫെനമിക് ആസിഡ് 250 to 500 mg 8 hourly, ibuprofen 400 mg 8 hourly, naproxen 250 mg 6 hourly, COX2 inhibitors Civic 200 mg twice daily. ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അപ്പോൾ സർജിക്കൽ മാനേജ്മെന്റിൽ ചെയ്യുന്നത് നമ്മളിവിടെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് യൂട്രൈൻ നെർവ് ablations, that is LUNA. That is ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ it is the laparoscopic presacral neurectomy is done to cut down the sensory pathway via T11 T12 from the uterus. അപ്പം laparoscopically presacral neurectomy ആണ് ഇവിടെ ചെയ്യുന്നത്, which will cut down the sensory pathway, that is T11 to T12 from the uterus. It is not helpful for the adnexal pain. Adnexal pain ഇത് ഹെൽപ്ഫുൾ ആവുന്നില്ല. പിന്നെ ലാപ്രോസ്കോപ്പിക് പ്രീ സാക്രൽ ന്യൂറോക്ടമി തന്നെ അതാ പറഞ്ഞത്, that will it is not useful for the adnexal pain. ഈ ലാപ്രോസ്കോപ്പിക് യൂട്രൈൻ നെർവ് അബിലേഷനിൽ ചെയ്യുന്നത് അതും കൂടെ it is not good for, it is not beneficial for the pain, to reduce the pain. പിന്നെ ചെയ്യുന്നത് ഹോർമോൺസ് ലൈക്ക് ഹോർമോണൽ തെറപ്പി like giving the administration of combined oral contraceptive pills, combined oral contraceptive pills, that is one tab daily, or oral progesterone, dydrogesterone, that is D5 D25 mg IUGS.
ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൊടുക്കുന്നത് സൂറ്റബിൾ കാൻഡിഡേറ്റ്സിനാണ്. ലൈക്ക് വാണ്ടിങ് കോൺട്രാസെപ്റ്റീവ് പ്രിക്കോഷൻസ് ഉള്ള ആൾക്കാർക്കും, പിന്നെ വിത്ത് ഹെവി പീരിയഡ്സ്, ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ആൻഡ് അൺറെസ്പോൺസീവ് ഓർ കോൺട്രാൻഡിക്കേഷൻ ടു ആന്റി പോസ്ട്രാഗ്ലാൻഡിൻ ഡ്രഗ്സ്, അൺറെസ്പോൺസീവും പിന്നെ കോൺട്രാൻഡിക്കേഷൻ ടു ആന്റി പോസ്ട്രാഗ്ലാൻഡിൻ ഡ്രഗ്സ് ആൾക്കാർക്കാണ് നമ്മൾ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൊടുക്കുന്നത്. The pill should be used for 3 to 6 cycles. ഈ പിൽസ് ഉപയോഗിക്കുന്നത് for 3 to 6 cycles. അതേപോലെ ഡയഡ്രോജെസ്ട്രോണും ഒക്കെ ഉപയോഗിക്കുന്നത് ഇറ്റ് ഇസ് എ പ്രൊജസ്ട്രോൺ ടൈപ്പ് ഓഫ് പില്ലാണ്. ഇതും കൂടെ the drug should be taken from day 5 of a cycle for 20 days and it should be continued for 3 to 6 cycles. ഇതിൽ കൊടുക്കുന്നത് ഡ്രഗും should be taken from day 5 of the cycle for 20 days and it should be continued for 3 to 6 cycles. So next നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡറി ഡിസ്മെനോറിയ, കൺജസ്റ്റീവ് ആണ്. ഈ കൺജസ്റ്റീവ് എന്ന് പറയുമ്പോൾ ഡൾ പെയിൻ ആണ്. So secondary menorrhea is normally considered to be menstruation that is associated pain occurring in the presence of pelvic pathology. ഇതിനകത്ത് pelvic pathology. So next is the causes of pain. So causes of pain in related to increasing tension in the pelvic tissue due to premenstrual pelvic congestion or increased vascularity in the pelvic organ. Okay, the causes it is related to increasing in tension in the pelvic tissue, increasing in the tension of the pelvic tissue due to premenstrual pelvic congestion. It is due to the premenstrual pelvic congestion alone. Increased vascularity in the pelvic organ. അതല്ലാതെ normal common causes ഉണ്ട്. Normal common causes എന്ന് പറയുമ്പോൾ like endometriosis, adenomyosis, IUCD in utero, obstruction due to Mullerian anomalies, cervical stenosis, pelvic adhesion, uterine fibroid, pelvic congestion, endometrial polyp, chronic pelvic infection. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ common causes. Clinical features നോക്കുകയാണെങ്കിൽ pain is dull, situated in the back and in front without any radiation. It is situated in the back and in front without any radiation. Usually appears 3 to 5 days prior to the periods and released with the onset of bleeding. If 3 to 5 days prior ആയിട്ട് തന്നെ ഈ periodsന്റെ pain ഉണ്ടാവും, പിന്നെ it will relieve with the onset of bleeding. No systemic discomfort. നേരത്തെ primary dysmenorrhea പറഞ്ഞ പോലെ systemic discomfort ഒന്നും ഉണ്ടാവില്ല. പിന്നെ abdominal and vaginal examination ചെയ്യുമ്പോൾ usually relieves the pathology. പിന്നെ ഇതിന്റെ investigation. So in case it is more than 48 hours ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് continuous ആയിട്ട് എല്ലാ cyclesലും വരുവാണെങ്കിൽ then we go for an investigation to find out the underlying causes like endometritis അല്ലെങ്കിൽ adenomyosis അല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലുമൊക്കെ causes ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് UCD utero ഉണ്ടോ അല്ലെങ്കിൽ obstruction due to Mullerian anomalies ഉണ്ടെങ്കിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നോക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. So investigation എന്തൊക്കെ ചെയ്യുന്നത് transvaginal sonography which can detect most pelvic pathology like leioma അല്ലെങ്കിൽ adenomyosis. പിന്നെ saline infusion sonography ചെയ്യും. അതിൽ നമുക്ക് submucous fibroid polyps കാണാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് normal like laparoscopy ചെയ്യും. ലാപ്രോസ്കോപ്പിയിൽ നമുക്ക് അറിയാൻ പറ്റും endometriosis ഉണ്ടോ, PID useful for both diagnostic and therapeutic purposes. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ hysteroscopy കൂടെ ചെയ്യാറുണ്ട്. It is useful for both diagnostic and therapeutic purposes. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ we have to first treat the according to the severity and age and the parity of the patient. Okay, പിന്നെ അതൊക്കെ നോക്കണം. പിന്നെ at the same time we have to treat the underlying condition, underlying causes എന്താണെന്ന് അതായിരിക്കും ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കും such as analgesics and NSAIDs in similar manner to that used in the primary dysmenorrhea. Other disorders to cause menstrual pain. Other disorders നോക്കുകയാണെങ്കിൽ like ovular pain. Ovular pain is also called as the Mitchell-Schemmer's syndrome. It appears in the mid-menstrual period. Mid-menstrual period appear. The pain is usually situated in the hypogastrium or either or of the
iliac fossa. നമുക്ക് 9 quadrants ഉണ്ട് ലോങ് സ്റ്റൊമക്കിൽ. അതിൽ ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഹൈപ്പോഗാസ്ട്രിയം അല്ലെങ്കിൽ ഇലിയാക് ഫോസയിലായിരിക്കും ഇത് ഈ പെയിൻ നമുക്ക് അനുഭവപ്പെടാം. The pain is usually located on one side depending upon the side of the ovary is ovulating. So ഇതിനകത്ത് പെയിൻ സംഭവിക്കുന്നത് it is depend upon the side of the one side, ഒരു സൈഡ് മാത്രമായിരിക്കും where the ovary is ovulating. ഓവുലേഷൻ എവിടെയാണോ ഓവറിയിൽ ഉണ്ടാവുന്നത്, ഏത് സൈഡിലാണോ ഓവറിയിൽ ഓവുലേഷൻ ഉണ്ടാവുന്നത് അവിടെയായിരിക്കും അവിടെ പെയിൻ ഉണ്ടാവുക. ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഫ്രം സൈഡ് ടു സൈഡ്. ഡസ് നോട്ട് ചേഞ്ച് ഫ്രം സൈഡ് ടു സൈഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻ ഉണ്ടാവില്ല. ഒരു സൈഡിൽ മാത്രമേ പെയിൻ ഉണ്ടാവും. അതിനാ പറയുന്നത് ഇറ്റ് ഇസ് യൂഷ്വലി സിറ്റുവേറ്റഡ് ഇൻ ദ ഹൈപ്പോഗാസ്ട്രിക് ഓർ ഏതർ ഓഫ് ദി ഇലിയാക് ഫോസ. ഈ രണ്ട് ഏരിയയിൽ എവിടെയെങ്കിലായിരിക്കും പെയിൻ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇറ്റ് റെയർലി ലാസ്റ്റ് ഫോർ മോർ ദൻ 12 hours. മോർ ദൻ 12 hours ആയിരിക്കും ഇത് ലാസ്റ്റ്. It may be associated with slight vaginal bleeding or excessive mucoid vaginal discharge. The excessive mucoid vaginal discharge ഉണ്ടാവും അല്ലെങ്കിൽ slightly vaginal bleeding ഉണ്ടാവും. ഇതിന്റെ cause എന്ന് പറയുമ്പോൾ exact cause is unknown, still not known. Probable factors ഇന്ന് സംഭവിക്കാൻ factors നോക്കുകയാണെങ്കിൽ increased tension of the Graafian follicle just prior to rupture. Increased tension of the Graafian follicle just prior to rupture ആവാം, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഇറിറ്റേഷൻ ബൈ ദ follicular fluid following ovulation ആവാം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ദി ട്യൂബ്സ് ആൻഡ് യൂട്രസ് ആവാം. ആൻഡ് ദി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അഷ്വറൻസ് ആൻഡ് അനാൽജസിക്സ്. ദാറ്റ് ഈസ് ലൈക്ക് നോർമൽ അനാൽജസിക്സും അഷ്വറൻസും ആയിരിക്കും ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു ഡിസോർഡർ നോക്കാൻ പോകുന്നത് മെൻസ്ട്രുവൽ പെയിനിൽ വരുന്നത് പെൽവിക് കൺജക്ഷൻ സിൻഡ്രോം ആണ്. ഈ പെൽവിക് കൺജക്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ഡിസ്റ്റർബൻസ് ഇൻ ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ദിസ് ഇസ് മെയിൻലി ഡ്യൂ ടു ദി ഡിസ്റ്റർബൻസ് ഇൻ ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം which may lead to the gross vascular congestion with the pelvic varicosities. With the gross vascular congestion ഉണ്ടാവും due to the pelvic varicosities. And it is no demonstrable pelvic pathology. ഇതിനും demonstrable pelvic pathology ഉണ്ടാവില്ല. ഇത് varicosities ഉണ്ടാവും, that is vascular congestion with pelvic varicosities. Signs and symptoms നോക്കുകയാണെങ്കിൽ patient complains of vague disorder with backache, pelvic pain with long stand position. With long stand position നന്നായിട്ട് pelvic pain ഉണ്ടാവും. ഇതിൽ dysmenorrhea ഉണ്ടാവും, menorrhea or epimenorrhea. Uterus may feel bulky and boggy. Uterus bulky ആയിരിക്കും അല്ലെങ്കിൽ boggy ആയിരിക്കും. ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും, റേഡിയോളജിക്കൽ സ്റ്റഡി ചെയ്യുന്നതിന്. ഇപ്പോൾ റേഡിയോളജിക്കൽ സ്റ്റഡി ചെയ്യുമ്പോൾ പെൽവിക് വിനോഗ്രാഫി എടുക്കും, പിന്നെ ഡോപ്ലർ സ്കാൻ, ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് സ്കാൻ, CT, MRI or angiography എല്ലാം ചെയ്യും. So laparoscopic diagnostic is difficult as the intraperitoneal pressure and Tenderlund-Berg position. These vessels may be compressed but will appear as the pressure is introduced. ഇതൊക്കെ ആയിരിക്കും. സോ ലൈക്ക് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി, ലാപ്രോസ്കോപ്പിക് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദി പേഷ്യന്റ് ബിക്കോസ് ഓഫ് ദി ഇൻട്രാപെരിറ്റോണൽ പ്രഷർ. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓഫൻ അൺസാറ്റിസ്ഫാക്ടറി. ട്രീറ്റ്മെന്റ് ചെയ്താൽ അൺസാറ്റിസ്ഫാക്ടറി ആയിരിക്കും. അൾട്ടിമേറ്റ്ലി പോകാൻ പറ്റുന്നത് ഹിസ്റ്ററക്ടമി വിൽ റിലീവ് ദി എൻറ്റയർ സിംപ്റ്റംസ്. പിന്നെ ഉള്ളത് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസിറ്റേറ്റ്, ദാറ്റ് ഇസ് MPA 50 mg ഡെയിലി 4 months ഫൗണ്ട് എഫക്റ്റീവ്. ഇതേ ഉള്ളൂ ഇതിന്റെ ഉള്ള ട്രീറ്റ്മെന്റ്. പിന്നെ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം അല്ലെങ്കിൽ PMS. പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ psycho-neuroendocrine disorder of unknown etiology. ഇത് psycho-neuroendocrine disorder of unknown etiology, which is noticed just prior the menstruation. Just prior to the menstruation. There is a cyclic appearance of a large number of symptoms during the last 7 to 10 days of the menstrual cycle. The cyclic appearance of a large number of symptoms during the 7 to 10 days of menstrual cycle. And also, it should fulfill the following criteria. Okay? Symptoms, large number of symptoms during the last 7 to 10 days ആയിരിക്കണം. പിന്നെ അതിന്റെ കൂടെ കുറച്ചുകൂടെ criteria follow. That is not related to any organic creation. Regular occurs during the luteal phase of each ovulating menstrual. Every menstrual cycle, during the luteal phase of each ovulating menstrual cycle, ഈ ഒരു പെയിൻ ഉണ്ടാവണം, സിൻഡ്രോം ഉണ്ടാവണം. The symptom must be severe enough to disturb the lifestyle of the woman or she requires medical help. So ഈ ഒരു premenstrual syndrome വരുന്ന സമയത്ത് the woman should
require a medical help. So that is require medical help because it disturbs the lifestyle of that woman who is suffering from premenstrual syndrome. പിന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫ്രീ പീരിയഡ് ഡ്യൂറിംഗ് റെസ്റ്റ് ഓഫ് ദ സൈക്കിൾ. വേറെ ടൈമിൽ ഒരു ഫ്രീ പീരിയഡ് ആയിരിക്കും ഡ്യൂറിംഗ് ദ റെസ്റ്റ് ഓഫ് ദ സൈക്കിളിൽ. When the symptoms disrupt daily function, they are grouped under premenstrual dysphoric disorders. So ഇത് ഡെയിലി ഫംഗ്ഷനിൽ disrupt ആവുകയാണെങ്കിൽ it is grouped under premenstrual dysphoric disorders, that is PMD. Pathophysiology നോക്കുകയാണെങ്കിൽ exact causes are not known, and following hypotheses are postulated, like alteration in level of estrogen and progesterone. Alteration of in the level of estrogen and progesterone. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ there is an altered estrogen ratio and progesterone ratio and or diminished progesterone level ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ന്യൂറോ എൻഡോക്രൈൻ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ സെറോട്ടിൻ ഉണ്ടാവും. ഈ സെറോട്ടിൻ is an important neurotransmitter in the CNS. During the luteal phase എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ there will be a decreased synthesis of serotonin, which is observed in women suffering from PMS. അപ്പോൾ സെറോട്ടിൻ എന്ന് പറയുന്നത് it is an important neurotransmitters in the CNS, central nervous system. അപ്പോൾ ലൂട്ടിയൽ ഫേസ് സമയത്ത് ഇതിന്റെ സിന്തസൈസ് ഡിക്രീസ് ആവും. ഇതിന്റെ സിന്തസൈസ് ഡിക്രീസ് ആവുമ്പോൾ ഇത് എന്താവും ഓട്ടോമാറ്റിക്കലി ഇതൊരു സെറോട്ടിൻ അബ്സോർബ്ഡ് ഇൻ ദ വുമൻ ഇസ് സഫറിംഗ് വിത്ത് PMS ആവും. പിന്നെ നെക്സ്റ്റ് എൻഡോഫ്രിൻസ്. എൻഡോഫ്രിൻസ് എന്ന് പറയുന്നത് the symptom complex of PMS is throughout to be withdrawal of endorphins. നെക്സ്റ്റ് ഉണ്ടാവുന്നത് ലൈക്ക് ന്യൂറോ എൻഡോക്രൈൻ ഫാക്ടേഴ്സിനകത്ത് ഉണ്ടാവുന്നത് ഗാമ അമിനോബുട്രിറ്റിക് ആസിഡ്. സോ ഗാമ അമിനോബുട്രിറ്റിക് ആസിഡ് വിൽ സപ്രസ് ദി ആൻസൈറ്റി ലെവൽ ഇൻ ദ ബ്രെയിൻ, ആൻഡ് അതുകൊണ്ട് നമുക്കതൊരു ഫാക്ടറായിട്ട് ന്യൂറോ എൻഡോക്രൈൻ ഫാക്ടറായിട്ട് കാണാം. പിന്നെ ഉണ്ടാവുന്നത് സൈക്കോസോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ്. സൈക്കോസോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ബിഹേവിയറൽ ചേഞ്ചസ് കാണാം. നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് കാണാം. പേഷ്യൻസ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, ആൻസൈറ്റി ഡിസോർഡർ. നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് അതിനെക്കുറിച്ച്. സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഫോർ ദി PMS ആൻഡ് PMD. സോ PMS is more common in the age group of 30 to 40 ഈ 45 ഏജ് ഗ്രൂപ്പിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. ഇത് മേ ബി റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത് ഓർ ഡിസ്റ്റർബിംഗ് ലൈഫ് ഈവന്റ്. മേ ബി റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് ലൈഫ് ഈവന്റ്. ആൻഡ് സിംപ്റ്റംസ് നോക്കുമ്പോൾ ലൈക്ക് റിലേറ്റഡ് ടു വാട്ടർ റിട്ടൻഷൻ ആണെങ്കിൽ അബ്ഡോമിനൽ ബ്ലോട്ടിംഗ്, ബ്രസ്റ്റ് ടെൻഡർനെസ്, സ്വെല്ലിംഗ് ഓഫ് ദി എക്സ്ട്രീമിറ്റീസ്, വെയിറ്റ് ഗെയിൻ, ഇതൊക്കെയാണ് ഇതിന്റെ റിലേറ്റഡ് ടു വാട്ടർ റിട്ടൻഷൻ. ന്യൂറോ സൈക്കാട്രിക് സിംപ്റ്റംസ് ആണെങ്കിൽ irritability, depression, mood swings, forgetfulness, confusion, restlessness, headache, increased appetite, tearfulness, anxiety, tension, anger, പിന്നെ tiredness, insomnia, ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ന്യൂറോ സൈക്കാട്രിക് സിംപ്റ്റംസ്. പിന്നെ ബിഹേവിയറൽ സിംപ്റ്റംസ് നോക്കുമ്പോൾ ഫെറ്റിക്, ടയർഡ്നെസ്, ഡിസ്കാർഡിയം ആൻഡ് ഇൻസോംനിയ ഉണ്ടാകും. ഇത്രയുമാണ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. ഇത് രണ്ടാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ നോൺ ഫാർമക്കോളജി ഉണ്ട്, ഫാർമക്കോളജി ഉണ്ട്, ഹോർമോൺ തെറപ്പി ഉണ്ട്, ഡയറോട്ടിക്സ് ഇതൊക്കെ ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. അത് ഇമ്പോർട്ടൻസ്. നോൺ ഫാർമക്കോളജിക്കൽ ആണെങ്കിൽ അഷുറൻസ് ചെയ്യാൻ പേഷ്യന്റിനെ യോഗ, അവരെ യോഗയിലേക്ക് ഡൈവേർട്ട് ചെയ്യുക, സ്ട്രെസ് മാനേജ്മെന്റ്, ഡയറ്റ് മാനിപ്പുലേഷൻ, avoidance of salt, caffeine and alcohol, especially the second half of the cycle, improves the symptoms. Non-hormonal ആണെങ്കിൽ transducers or antidepressant drugs കൊടുക്കുക. Paradoxin 100 mg twice daily is helpful for correcting the tryptophan metabolism. പിന്നെ diuretics കൊടുക്കുക the second half of the cycle. Furosemide 20 mg daily for constant of 5 days of week reduces fluid retention. പിന്നെ anxiolytic agent for persistent anxiety, Alperosolum 0.25 mg BID is given during the luteal phase of the cycle. പിന്നെ ഹോർമോണൽ തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡ്രഗ്സ്. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡ്രഗ്സ് കൊടുക്കുന്നത്, പിൽസ് കൊടുക്കുന്നത് to suppress the ovulation and to maintain a uniform hormonal milieu.
and the therapy is to be continued for 3 to 6 cycles. This continue ചെയ്യേണ്ടത്. പിന്നെ progesterone കൊടുക്കുന്നത് it is not effective in treating the PMS, but still അത് കൊടുക്കും. അതിൽ levogestrol intrauterine system had to be used to suppress the ovarian cycle. ഈ ovarian cycle suppress ചെയ്യാൻ ഉപയോഗിക്കുന്നത് progesterone with the levogestrol intrauterine system. പിന്നെ next is spironolactone. Spironolactone എന്ന് പറയുന്നത് it is a potassium sparing diuretics. It has also an anti-mineral or corticoid and anti-androgenic products and effects ഉണ്ട്. So ഇത് കൊടുക്കുന്നത് luteal phase ആണ്, അതായത് 20 to 25 to 200 mg a day will improve the symptoms of PMDD. പിന്നെ bromocriptine കൊടുക്കുന്നത് 2.5 mg daily or twice a daily, which may be helpful at least to relieve the just complaints suppress ചെയ്യാൻ വേണ്ടി bromocriptine 2.5 mg daily കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. Menstrual migraine. So menstrual migraine എന്ന് പറയുന്നത് is characterized by the attack of migraine that occurs either premenstrually or both premenstrually and also at other times. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് drugs of migraine or other NSAIDs. അത് പ്രീമെൻസ്ട്രൽ, അത് ഈ മെൻസ്ട്രൽ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഹെഡേക്ക്, മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഹെഡേക്ക്. ദിസ് ക്യാരക്ടേഴ്സ് ഓഫ് അറ്റാക്ക് ഓഫ് മൈഗ്രെയിൻ ദാറ്റ് അക്കേഴ്സ് ഏതർ പ്രീമെൻസ്ട്രലി ആവാം അല്ലെങ്കിൽ ബോത്ത് പ്രീമെൻസ്ട്രലി ആൻഡ് ഓൾസോ അതർ ടൈംസ് ആണ്. ഇത് കൊടുക്കുന്നത് ലൈക്ക് ഡ്രഗ്സ് ഓഫ് മൈഗ്രെയിൻ ലൈക്ക് ട്രിപ്റ്റാൻസ് ഓർ അതർ NSAIDs. പിന്നെ ഇതിന്റെ കാറ്റമിനൽ സീഷർ ഉണ്ട്. കാറ്റമിനൽ സീഷർ എന്ന് പറയുന്നത് is defined as a seizure that occurs around the menstrual cycle. It occurs around the menstrual cycle. Seizure എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, seizure നമ്മൾ എപ്പിലെപ്റ്റിക് പോലത്തെ ഒരു സിംപ്റ്റംസ്. അപ്പം imbalance of the estrogen, ഇവിടെ ഉണ്ടാവുന്നത് imbalance of the estrogen, which is ratio progesterone ratio, is thought to be caused as both the hormones modulate the cerebral excitability. So imbalance of estrogen and the progesterone, imbalance of estrogen and progesterone, imbalance of estrogen and progesterone ratio ഇവിടെ will cause the hormones modulate the cerebral excitability. So ഇവിടെ treatment കൊടുക്കുന്നത് anticonvulsants are used as the other convulsions, lepto, medroxyprogesterone acetate കൂടെ ഇവിടെ treatment ആയിട്ട് കൊടുക്കും.